ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആളൂർ റെയിൽവേ ട്രാക്കിന് സമീപത്തെ മരക്കൂട്ടത്തിലെ കാട്ടിൽ ഒളിച്ചിരുന്ന 11-കാരനെ രക്ഷിച്ച് പോലീസ്. ട്രെയിനുകൾ ബ്ലോക്ക് ചെയ്യിപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. തൃശൂരിൽ BJPയെ കോൺഗ്രസ് തളച്ചെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സുരേഷ് ഗോപി ജയിച്ച സ്ഥലത്താണ് കോൺഗ്രസ് മിന്നിച്ചത്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ജോസഫ് ടാജറ്റ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന് ശേഷം ദേവസ്വത്തിന്റെ സ്ഥലമായ മഹാത്മാ ലൈബ്രറിക്ക് സമീപമുള്ള പറമ്പിൽ തളച്ചിരുന്ന ആനയാണ് ഇടഞ്ഞത്. മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന് ശേഷം ദേവസ്വത്തിന്റെ തന്നെ സ്ഥലമായ മഹാത്മാ ലൈബ്രറിക്ക് സമീപത്തുള്ള പറമ്പിൽ തളച്ചിരുന്ന ആനയാണ് ഇടഞ്ഞത്. പറമ്പിലെ തെങ്ങിൽ തളച്ചിരുന്ന ആന തെങ്ങ് മറച്ചിട്ടു. എലഫന്റ് സ്ക്വാഡ് അംഗങ്ങളും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമഫലമായി ആനയെ തളയ്ക്കുകയായിരുന്നു. തലകുലുക്കി വേഗത്തിൽ നടക്കുന്ന ആന റീൽസുകളിലൂടെ അടുത്ത കാലത്തായി ഏറെ പ്രസിദ്ധി നേടിയിരുന്നു. ആനയെ ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തവണത്തെ ഉത്സവത്തിനിടെ ഇത് 3ാം തവണയാണ് ആന ഇടയുന്നത്. വെള്ളിയാഴ്ച വാഴ്വാടി കാശിനാഥൻ എന്ന ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടി കൊലപ്പെടുത്തിയിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസം ഗുരുവായൂർ ദേവദാസ് എന്ന ആന ഇടഞ്ഞ് പാപ്പാനെ ഓടിച്ചതോടെ ഉത്സവത്തിൽ പങ്കെടുക്കാതെ തിരിച്ചയച്ചു. തുടർന്നാണ് ഇന്ന് മച്ചാട് ഗോപാലനും ഇടഞ്ഞത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. ആളൂർ റെയിൽവേ ട്രാക്കിന് സമീപത്തെ മരക്കൂട്ടത്തിലെ കാട്ടിൽ ഒളിച്ചിരുന്ന 11-കാരനെ രക്ഷിച്ച് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. അപകട സാധ്യത കണക്കിലെടുത്ത് റെയിൽവേ അധികൃതരെ ബന്ധപ്പെട്ട് ആ സമയത്ത് കടന്നുപോകേണ്ടിയിരുന്ന ട്രെയിനുകൾ ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുരിയാട് ഭാഗത്തെ റെയിൽവേ ട്രാക്കിലൂടെ ഒരു കുട്ടി പരിഭ്രാന്തനായി ഓടി പെട്ടെന്ന് കാണാതായത് മനസ്സിലാക്കിയ നാട്ടുകാരിൽ ഒരാളാണ് ആളൂർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചത്. സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന വനിതാ CPO സനില ഉടൻ തന്നെ വിവരം സ്റ്റേഷൻ ഗ്രൂപ്പിലും പെട്രോളിംഗ് സംഘത്തിനും കൈമാറി. തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS തിരച്ചിലിന് നിർദ്ദേശം നൽകി. ആളൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO ഹരിക്കുട്ടൻ KV, പ്രിൻസിപ്പൽ SI മനു P ചെറിയാൻ, ഗ്രേഡ് SI ജയകുമാർ K എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. അപകട സാധ്യത കണക്കിലെടുത്ത് ആളൂർ SHO ഉടൻ തന്നെ റെയിൽവേ അധികൃതരെ ബന്ധപ്പെട്ട് ആ സമയത്ത് കടന്നു പോകേണ്ടിയിരുന്ന ട്രെയിനുകൾ ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. റെയിൽവേ പാളത്തിലൂടെ നടന്ന തിരച്ചിൽ നടത്തിയ CPOമാരായ ശ്രീജിത്ത്, സിനേഷ് എന്നിവർ കുട്ടിയുടെ അച്ഛനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നടത്തിയ തിരച്ചിലിൽ മുരിയാട് പൂവശ്ശേരിക്കടവ് റെയിൽവേ ഗേറ്റിനും മനപ്പടി റെയിൽവേ ഗേറ്റിനും ഇടയിലുള്ള സ്ഥലത്തെ ട്രാക്കിന് സമീപത്തെ മരങ്ങളുടെയും കാടിന്റെയും ഇടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ട്രെയിൻ വരുന്നതും കാത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള മരങ്ങൾക്കും കാടിനും ഇടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു കുട്ടി. പോലീസ് ഉദ്യോഗസ്ഥർ അതീവ സമാധാനത്തോടെ കുട്ടിയെ സംസാരിച്ച് അനുനയിപ്പിച്ച് സുരക്ഷിതമായി കൂടെ കൂട്ടി റെയിൽവേ ട്രാക്കിന്റെ തന്നെ സമീപത്തുള്ള കുട്ടിയുടെ വീട്ടിൽ തിരികെ എത്തിക്കുകയായിരുന്നു. മീഡിയ ടൈം, ആളൂർ. തൃശൂരിൽ BJPയെ കോൺഗ്രസ് തളച്ചെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സുരേഷ് ഗോപി ജയിച്ച സ്ഥലത്താണ് കോൺഗ്രസ് മിന്നിച്ചത്. പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇവിടെ UDFന് നില മെച്ചപ്പെടുത്താൻ പറ്റി എന്നുള്ളത് സത്യമാണ്. ഒരു സീറ്റ് എന്നുള്ളത് 4 സീറ്റ്. ഇതിനു വിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു MP-യെ സമ്മാനിച്ച ജില്ലയാണ് തൃശ്ശൂർ. അവിടെ BJPയെ 3ാം സ്ഥാനത്തേക്ക് വിടാൻ ആ പോട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചു. അല്ല, ഞങ്ങൾ സ്വാഭാവികമായിട്ട് BJPയെ തടയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് UDF ഇതിൽ എടുത്തിട്ടുള്ളത്. ആ പ്രയാണത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് 4 സീറ്റുകൾ ലഭിച്ചു. മാത്രമല്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 3 സീറ്റ് നാമമാത്രമായ വോട്ടുകൾക്ക്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാളപ്പഴുക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന്റെ ഭാഗമായി രോഗികളായി ഭവനങ്ങളിൽ കഴിയുന്നവരെ കിടക്കയോടെ അൾത്താരയിൽ എന്ന പ്രോഗ്രാം നടത്തി. കത്തോലിക്ക കോൺഗ്രസ്, KCYM സംഘടന എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹൃദയ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ ഷാബു പുത്തൂർ, ഫാദർ ഷാജു ചിറയത്ത്, ഫാദർ റിൻഡോ തെക്കിനിയത്ത്, ഫാദർ ജോബി കാച്ചപ്പള്ളി, ഫാദർ ജോസഫ് മാളിയേക്കൽ,
രോഗികളുടെ പ്രതിനിധിയായി വെറോനിക്ക കുഞ്ഞുവറീത്, ഷാജി വെള്ളാനി, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ചെങ്ങിനിയാടൻ, പാലിയേറ്റീവ് കെയർ ഇടവക കോർഡിനേറ്റർ ബാബു കാരേക്കാട്ട്, കേന്ദ്ര സമിതി പ്രസിഡന്റ് സേവിയർ കാരേക്കാട്ട്, കൈക്കാരന്മാരായ ദീപു ചങ്കൻ, ജോസഫ് മഞ്ഞളി, ആച്ചാണ്ടി, ഷെർലി ജോയ്, സിസ്റ്റർ ചിഞ്ചു, തിരുനാൾ ജനറൽ കൺവീനർ ബാബു ചക്കാലമറ്റത്ത്, പ്രസിഡന്റ് പ്രതിനിധി ബാബു ചങ്കൻ എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 പറയുന്നു, കർത്താവേ മരുന്നോ ലേപന ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കർത്താവെ മരുന്നോ ലേപന ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇടവക കുടുംബത്തിൽ ഇടമധ്യസ്ഥനായ ഔസേപിതാവിൻ്റെ തിരുനാളെല്ലാം ആഘോഷിച്ച് ഇന്ന് നമുക്ക് വേണ്ടി മാത്രം ഈ ദിവസം പ്രത്യേകം നമ്മുടെ വികാരിച്ചന് ഇടവക കുടുംബം മുഴുവൻ ഈ ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈശോടൊപ്പമായിരിക്കുക, വിശുദ്ധ ഔസേപിതാവ് വഴി ഈശോയോട് പ്രാർത്ഥിക്കാൻ. വധശ്രമ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. 2018 കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വധശ്രമ കേസിലെ പ്രതിയായ കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കുഞ്ഞൈനി മഞ്ഞോളി വീട്ടിൽ ജ്യോതിഷിനെയാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി പിന്നീട് കോടതി നടപടികളിൽ സഹകരിക്കാതെ വിദേശത്തേക്ക് കടന്നതിനെ തുടർന്ന് പ്രതി സൗദി അറേബ്യയിൽ നിന്നും കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം നെടുമ്പാശ്ശേരിയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി ഗവൺമെന്റ് TTIയിൽ സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P ചാത്തുക്കുട്ടി അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ VJ ജോജി മുഖ്യാതിഥിയായി. ഫാദർ വിൽസൺ തറയിൽ, ക്യാമ്പ് കോർഡിനേറ്റർ NG സന്തോഷ്, അജു P ആന്റണി, സാബു ജേക്കബ്, ആൻസി S അൻസലം, ലൗലി ചന്ദ്രൻ, PN ഫാസിയ എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് 15-ന് സമാപിക്കും. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിയിൽ ഫാദർ ഡോക്ടർ ജോഷി മയ്യാറ്റിൽ വചനപ്രഘോഷണം നടത്തി. തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വടക്കേക്കര CI ബിജു നിർവഹിച്ചു. തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ 7-ന് ദിവ്യബലിയും വൈകിട്ട് 5:30-ന് ദിവ്യബലി, നൊവേന എന്നിവയും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആളൂർ റെയിൽവേ ട്രാക്കിന് സമീപത്തെ മരക്കൂട്ടത്തിലെ കാട്ടിൽ ഒളിച്ചിരുന്ന 11-കാരനെ രക്ഷിച്ച് പോലീസ്. ട്രെയിനുകൾ ബ്ലോക്ക് ചെയ്യിപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. തൃശൂരിൽ BJPയെ കോൺഗ്രസ് തളച്ചെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സുരേഷ് ഗോപി ജയിച്ച സ്ഥലത്താണ് കോൺഗ്രസ് മിന്നിച്ചത്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ജോസഫ് ടാജറ്റ്. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.